ബലൂചിസ്ഥാൻ നിന്ന് കത്തുകയാണ്. അതോടൊപ്പം തന്നെ ലാഹോറിൽ 3 ഇടങ്ങളിൽ സ്ഫോടനം. പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത്? കൈവിട്ടു പോയിട്ടുണ്ടോ? പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും പൂർണ്ണമായി ക്രമസമാധാനം തകർന്നിരിക്കുകയാണോ? അത് പറഞ്ഞപ്പോഴാണ് ചരിത്രത്തിലെ ഒരു ചെറിയ കാര്യം പറയുകയാണ് ഓർമ്മ വരുന്നത്. ബംഗ്ലാദേശ് യുദ്ധകാലത്ത്, അതായത് 1971 ബംഗ്ലാദേശ് യുദ്ധകാലത്ത് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുകയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളുകളിലൊക്കെ അന്ന് മീറ്റിംഗ് കൂടി. ബംഗ്ലാദേശിൻ്റെ വിമോചനത്തിനായിട്ട് എല്ലാവരുടെയും സാർവത്രികമായ സപ്പോർട്ടിന് വേണ്ടി എല്ലാ പാർട്ടിക്കാരും ചേർന്ന, എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ചേർന്നുള്ള യോഗം. അങ്ങനൊരു യോഗം ഞങ്ങളുടെ സ്കൂളിലും സംഘടിപ്പിച്ചു. KSU ഉണ്ട്, ഇന്നത്തെ SFIയുടെ പ്രാഗ്രൂപമായ കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ ഉണ്ട്, KSF. അങ്ങനെയുള്ള സംഘടനകളെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ചുള്ള യോഗമാണ്. അവിടെ വെച്ച് ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ അന്നത്തെ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ആൾ പ്രസംഗിച്ചത് എന്തെന്നറിയാം? നമ്മൾ ഈ വണ്ടികളിലൊക്കെ ഇങ്ങനെ ക്രഷ് പാകിസ്ഥാൻ എഴുതി വച്ചിരിക്കുന്നത് നിർത്തിവെക്കണം, അത് ശരിയായിട്ടുള്ള കാര്യമല്ല. പാകിസ്ഥാൻ അനുകൂലമായിട്ട് വാദിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി സംഘടനകൾ അന്നും ഉണ്ടായിരുന്ന അർത്ഥം. ഇപ്പോൾ സ്വരാജിനെ പോലെ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേരുന്ന DNA ആണത്. നോക്കിപ്പോൾ സമാനമായിട്ടാണ് സ്വരാജ് സംസാരിക്കുന്നത്. പക്ഷേ ഇവരൊക്കെ ഇത് പറഞ്ഞാലും ഇന്ത്യ ചെയ്യേണ്ടത് ചെയ്തു. ഭീകരവാദി ക്യാമ്പുകളെ ക്രഷ് ചെയ്തുള്ളൂ, പാകിസ്ഥാനെ ക്രഷ് ചെയ്തില്ല. പക്ഷേ ഉള്ളിൽ നിന്നുള്ള ശത്രുക്കൾ ഇപ്പോൾ ഇതാ നോക്കൂ, പാകിസ്ഥാൻ ഈസ് ബീയിങ് ക്രഷ്ഡ്. ഞാനിന്ന് കൃത്യമായിട്ട് ഓർക്കുന്നു, കാറുകളിലുമൊക്കെ ഉള്ള ബോർഡുകൾ വെള്ളയിൽ കറുത്തക്ഷരം, ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ക്രഷ്ഡ് പാകിസ്ഥാൻ. എല്ലാ വണ്ടികളിലും അതുണ്ടായിരുന്നു. അത് ശരിയല്ല എന്ന് ആ ജനമനസ്സങ്ങനായിരുന്നു. ക്രഷ് പാകിസ്ഥാൻ പറഞ്ഞ അവർ ബംഗ്ലാദേശിനോട് കാണിച്ച ക്രൂരത, യാഹ്യ ഖാൻ്റെയും ഭൂട്ടോയുടെയും നേതൃത്വത്തിൽ അതിനെതിരായിട്ടുള്ള ഒരു ജനകീയ വിദ്യാർത്ഥി പ്രക്ഷോഭം ഇന്നിപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലും നടക്കുന്നത് പോലൊരു പ്രക്ഷോഭമാണ് നടന്നത്. ആ പ്രക്ഷോഭത്തിനെതിരെ വിരൽ ചൂണ്ടിയ ആൾക്കാരാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ആൾക്കാർ അന്ന്. ഇപ്പോൾ സമാനമായിട്ട് സ്വരാജ് സംസാരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഈ നമ്മുടെ ഇന്ത്യയുടെ ഒരു കയ്യുമില്ലാതെ ഇന്ത്യ അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോയിട്ടേ ഇല്ല. ഇപ്പോൾ അതാ നോക്കൂ, അതിർത്തിക്കുള്ളിൽ നടക്കുന്നത് 3 സ്ഫോടനങ്ങളാണ് ഒരേ സമയം നടക്കുന്നത്. അത് എപ്പോഴ്? ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പാകിസ്ഥാൻ സന്ദർശിച്ച സമയത്ത് തന്നെ. US വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ച സമയത്തായിരുന്നു പഹൽഗാം ആക്രമണം. എങ്കിൽ അവരുടെ അയൽ രാഷ്ട്രമായ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അവിടെ വന്നിറങ്ങിയ ദിവസം തന്നെ 3 സ്ഫോടനങ്ങളാണ് പാകിസ്ഥാനെ വിറപ്പിച്ചത്. ആ തീമഴ തീരാമഴയാക്കി മാറ്റിയത്. ഒന്ന് ലാഹോറിലെ നാവിക കോളേജിലാണ്. അപ്പോൾ അത് വെറുതെ അബദ്ധത്തിൽ പറ്റിയ ബോംബൊന്നും ആയിരിക്കില്ല. നാവിക കോളേജ് ആസ്ഥാനത്ത് ബോംബ് പൊട്ടി. ഭയങ്കര തീ പുകകളായിട്ട് ആകാശത്തിലേക്ക് ഉയർന്ന ദൃശ്യങ്ങൾ നമ്മൾക്ക് കാണാൻ പറ്റി സോഷ്യൽ മീഡിയ വഴി, CNN വഴി. പക്ഷേ അതിനകത്ത് എന്താണ് നടന്നത്, എത്ര പേര് മരിച്ചിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ബാഹ്യലോകത്തിന് അറിയാൻ പറ്റാത്ത വിധം അവിടുത്തെ പോലീസും പട്ടാളവും കൂടി ഈ ക്യാമ്പസിന് അകത്തേക്കാരും കയറുന്നത് തടഞ്ഞു, അടച്ചു വച്ചിരിക്കുക. വാർത്തകളൊന്നും, മിലിറ്ററിയുടെ കുറിപ്പുകളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒരു പിടിയില്ല. മറ്റൊന്ന്, അവിടെ എയർ സ്ട്രിപ്പിലാണ് നടന്നത്. തന്ത്രപ്രധാനമായിട്ടൊരു സ്ഥലം, വോൾട്ടൺ എയർ സ്ട്രിപ്പ് എന്ന് പറയും, എയർഫീൽഡ്. അതായത് വിമാനങ്ങൾ വന്നിറങ്ങുന്ന ലാൻഡ് ചെയ്യുന്ന സ്ഥലം. ഒരുപക്ഷെ ഇറാൻ വിദേശകാര്യമന്ത്രി അവിടെ ആയിരിക്കും ഇറങ്ങിയത്, നമുക്കറിയില്ല. ആ സ്ഥലത്ത് വീണ്ടും ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. ആ സ്ഫോടനത്തിലും ഭീകരമായ സ്ഫോടനമാണെന്നാണ് വാർത്ത നൽകുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിഭീകരമായ പുകച്ചുരുളുകൾ ആകാശത്തേക്ക് ഉയരുന്നു. തീ തുടർച്ചയായിട്ട്, തീ അണയ്ക്കാൻ കഴിയുന്നില്ല, അണയാത്ത തീയായിട്ട് അവിടെ നിന്ന് കത്തുന്നു. മറ്റൊന്ന് ബലൂചിസ്ഥാനിലാണ്. ഒരു വാഹനത്തിന് നേരെ, പട്ടാള വാഹനമാണോ എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല, ആ വാഹനത്തിന് നേരെ ബലൂച്ച് ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ വിമോചന മുന്നണിയുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾ ആക്രമണം നടത്തിയിരിക്കുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ 14 പാക് പട്ടാളം മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിവ്. എന്നാണ് റൂമറുകൾ വരുന്നത്. ഇപ്പോൾ വാർത്തകൾ 14 ഉള്ളൂ എന്ന് ദൈവത്തിനറിയാം. കാരണം ഇപ്പോൾ ഈ ബലൂച്ച് ലിബറേഷൻ ആർമി ദൃശ്യങ്ങൾ ബലൂചിസ്ഥാൻ ആർമി പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ ജീപ്പാണ് പൊട്ടിത്തെറിക്കുന്നത്. സത്യം. കാരണം അതിന് സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പാക് പട്ടാളം നമ്മുടെ അതിർത്തിയിലെ, പൂഞ്ച് അതിർത്തിയിലെ പാവപ്പെട്ട ഗ്രാമീണർ
അവരെ കൊല്ലാൻ വേണ്ടിയാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ, തോക്കുമായിട്ട് അവർ വന്നിരിക്കുക കൂട്ടത്തോട്. അപ്പോൾ ഈ കറാച്ചിയിലുള്ള അവരുടെ ശ്രദ്ധ ബലൂചിസ്ഥാനിലുള്ള ശ്രദ്ധയൊക്കെ കുറഞ്ഞിരിക്കുന്നു, ആളുകളുടെ എണ്ണവും കുറഞ്ഞിരിക്കും. പറ്റിയ അവസരമാണ്. പറ്റിയ അവസരത്തിൽ ബലൂചൻകാർ തിരിച്ചടിച്ചിരിക്കുകയാണ്. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അവർ തിരിച്ചു കൊടുത്തിരിക്കും. ഇന്ത്യ പിടിക്കാൻ വരുമ്പോൾ കയ്യിലിരിക്കുന്ന ബലൂചിസ്ഥാൻ നഷ്ടമാകുമല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്ന മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, പൊട്ടനെ ചെട്ടി ചതിക്കും, ചെട്ടിയെ ദൈവം ചതിക്കും. പൊട്ടനായിട്ടുള്ള ആൾക്കാരെ ചെട്ടി എന്ന് പറഞ്ഞാൽ മിടുക്കനായിട്ടുള്ള കച്ചവടക്കാരൻ ചതിക്കും, ആ ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇന്ത്യ പൊട്ടന്മാരെന്ന് പറഞ്ഞാൽ പാവങ്ങൾ, ആരുടെയും ഒന്നും ചെയ്യണ്ട, ഉപദ്രവിക്കേണ്ട, ആരുടെയും സ്ഥലങ്ങൾ കയ്യേറണ്ട, ആരെയും കൊല്ലണ്ട. ഇപ്പോഴും അങ്ങനെയാണല്ലോ, ഭീകരന്മാരെ വെച്ച് ആരെയും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. ആ നമ്മൾ ചെട്ടിയായിട്ടുള്ള പാകിസ്ഥാൻ നിരന്തരമായിട്ട് ഇങ്ങനെ ശല്യം. മുംബൈ ഭീകരാക്രമണം ഒരു മറുപടിയും നമ്മൾ കൊടുത്തില്ല. അതിൻ്റെ ഫലമാണ് ഈ പഹൽഗാം ഭീകരാക്രമണം വീണ്ടും നടന്നു. അപ്പോൾ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഇവർ പാഠം പഠിക്കുകയില്ല എന്നുള്ള ഒരു പാഠം ഇന്ത്യ ഉൾക്കൊണ്ടു മോദിയുടെ നേതൃത്വത്തിൽ. ഉറക്കമിളച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉള്ളതുകൊണ്ട് അതിന് മറുപടി കൊടുത്തു. മറുപടി കൊടുത്തപ്പോൾ നമ്മൾ മാത്രമായിട്ടല്ല മറുപടി കൊടുക്കുന്നത്, അവരാരെയൊക്കെ അടിച്ചമർത്തിയോ ഇതുപോലെ ഉപദ്രവിച്ചോ അവരെല്ലാം ഇപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങി. നിന്ന് കത്തുകയാണ് കറാച്ചിയും എയർ സ്ട്രിപ്പും ബലൂചിസ്ഥാനും പട്ടാള വാഹനം, കവചിത വാഹനവും മറ്റുമാണ്. അതാണ് തകർത്തതെന്നാണ് പറയുന്നത്. എന്താണെന്നുള്ളത് ലോകത്തോട് പറയാതിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം. എന്നിട്ടാണ് ഇവർ പറഞ്ഞത് ഇന്ത്യയുടെ 5 ജെറ്റ് വിമാനങ്ങൾ ഞങ്ങൾ തകർത്ത് വെച്ചെന്ന്. എന്നിട്ട് മിലിറ്ററി ഹെഡ്, ഇവിടുത്തെ സൈനിക മേധാവി പറയുന്ന അതിൻ്റെ CNN റിപ്പോർട്ടർ ചോദിച്ചു, അതെന്താ തെളിവ് നിങ്ങൾക്കുള്ളത്? അത് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പട്ടാള മേധാവി സോഷ്യൽ മീഡിയയിലുള്ളത് കണ്ടാണിത് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അല്ലേ ഇത് വെടിവെച്ചിടാൻ വേണ്ടി ഓർഡർ കൊടുത്തത്? പിന്നെ ആരാ ഓർഡർ കൊടുക്കുന്നത്? സാധാരണഗതിയിൽ എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ പട്ടാള മേധാവിയാണ് വെടിവെച്ചിടാൻ ഉത്തരവ് കൊടുക്കുന്നത്. തന്നെയല്ല, അതിൻ്റെ തലേ ദിവസം മന്ത്രിസഭ പട്ടാളത്തെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഏതാക്രമണവും ഇന്ത്യക്കെതിരെ നടത്താൻ. പിന്നെ ജെറ്റ് വിമാനം വെടിവെച്ചിട്ട് ആരാ? പിന്നെ ഭീകരന്മാരാണെങ്കിൽ അത് പറയണം, ഏത് വിമാനമാണെന്നുള്ളത് പറയണം, നമ്പർ പറയണ്ടേ? അല്ല, ജെറ്റ് വിമാനം ഇന്ത്യ അതിർത്തി ലംഘിച്ചിട്ടില്ലല്ലോ, ഇന്ത്യയിൽ ഉള്ളിൽ നിന്നാണ് ഇന്ത്യ ആക്രമിച്ചത്. അതെ, അങ്ങനെയുള്ളൊരു മിസൈലാണ്, സ്കാൽപ്പ് മിസൈലാണ് വർഷിച്ചത്. 500 കിലോമീറ്ററിന് താഴെ ദൂരപരിധിയുള്ളത്. അത് മെഡിക്കലായിട്ടൊരു മുസ്ലിം പെൺകുട്ടിയാണ്, ഖുറേഷി എന്ന് പറയുന്നത്, സോഫിയ ഖുറേഷി. സോഫിയ എന്നുള്ള പേര് കേട്ട് നമ്മൾ വിചാരിക്കും ക്രിസ്ത്യൻ നെയ്മാണ്. അല്ല, അവൾ ഇന്ത്യയുടെ മുസ്ലിമാണ്, ദേശാഭിമാനി, ഇന്ത്യയുടെ അഭിമാനമായ മുസ്ലിം പെൺകുട്ടിയാണ്. അവൾ പർദ്ദ ഇട്ടുകൊണ്ട് മതവിചാരങ്ങൾ നടത്താനല്ല, മതദേഹമായിരിക്കാനല്ല പഠിച്ചത്, മറിച്ച് പട്ടാളത്തിൻ്റെ യൂണിഫോം ഇട്ട് പടക്കളത്തിൽ പോയി പോരാടാൻ വേണ്ടിയാണ് പഠിച്ചത്. അവളാണിതിനെ, ആ സ്ക്വാഡ്രനെ നയിച്ചത്. മെഡിക്കിയ സോഫിയ ഖുറേഷി ഇന്ത്യയുടെ മുഴുവൻ കയ്യടി നേടേണ്ട ആളാണ്, കയ്യടി കിട്ടേണ്ട ആൾ, അർഹിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും അതുപോലുള്ള ഖുറേഷിമാർ തന്നെ, ആ മുസ്ലിങ്ങൾ തന്നെ, ഇന്ത്യയുടെ മുസ്ലിങ്ങൾ തന്നെ മതി അവരെ പാഠം പഠിപ്പിക്കാൻ. ഇന്ത്യയുടെ ദേശീയ മുസ്ലിങ്ങൾ തന്നെ മതി അവരെ പാഠം പഠിപ്പിക്കാൻ. ഈ സോഫിയ ഖുറേഷി ഒരു പാഠമാണ് പാകിസ്ഥാന്. മലാല യൂസഫ് പോലെ തന്നെ ഒരു മറുപടിയാണ്.